അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. മാംഗോ ഐസ്ക്രീമും വാട്ടർമെലൺ ഐസ്ക്രീമും. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മിക്സി ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുടുംബത്ത് വിട്ട് അത് അതിൻ്റെ മാംഗോയും വാട്ടർമെലനും ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഇനി വീഡിയോയിൽ കാണാം. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാലൊഴിച്ച് കൊടുക്കാവേ. ഒരു കവർ പാലെടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ച് അത് തിളപ്പിക്കാവേ കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, ഇത് നല്ലോണം ഒന്ന് കുറുകി കിട്ടണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2 പാൽപ്പൊടി ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം വറ്റി വരാറായി. അപ്പോൾ നമുക്കിനി കുറച്ച് 2 കവർ പാൽപ്പൊടി ഉണ്ട്, അതിടാവേ. അത് വിട്, ചേട്ടൻ ഇവിടെ ഇല്ലേ, അപ്പം ഞങ്ങളാണ് ഈ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ ഭയങ്കര ധൃതിയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാവേ, നല്ലോണം ഇളക്കണം, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഓക്കെ ആണോടാ? ഓക്കെ. അപ്പോൾ നമ്മുടെ പാലിവിടെ നല്ലോണം തണുത്തിട്ടുണ്ട്. പാലും പാൽപ്പൊടി തിളപ്പിച്ചത് നമുക്ക്. അപ്പോൾ ഇനി എന്താണ്, ഞങ്ങൾ മാംഗോയും പഞ്ചസാര അടിച്ചതാണ് ഇത്. പിന്നെ ഇത് വാട്ടർമെലനും പഞ്ചസാര അടിച്ചതാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം ഇനി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് വാട്ടർമെലനും പാലൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ വാട്ടർമെലൻ ആദ്യം ഒഴിച്ചു കൊടുക്കാവേ. മിക്സി ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക്, അതുകൊണ്ട് ക്ഷമിക്കണം എല്ലാവരും. പാലൊഴിച്ചു കൊടുക്കാം. ഇത്ര മതിയാവും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാവേ. വേണ്ട കണ്ടോ, നല്ല ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇത് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി പാലിലോട്ട് നമുക്ക് ഈ മാങ്ങ അടിച്ചത് ഇട്ട് കൊടുക്കാം. പക്ഷെ ടേസ്റ്റ് ഉണ്ടോ, മാങ്ങ സൂപ്പറാ, നല്ല മണമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാങ്ങ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, ഇതൊന്ന് കാണിച്ച്. ഇത് വാട്ടർമെലൻ, ഇത് മാംഗോ ഐസ്ക്രീമാണ്. ഐസ്ക്രീം ആയിട്ടില്ല, നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. നാളത്തേക്ക് ഇത് റെഡിയാകും. അപ്പോൾ ബാക്കി നാളെ. ഓക്കെ, നാളെ നമ്മൾ എടുത്ത് അതിന് ബാക്കി തുടർച്ചയായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയായിരുന്നേ, അപ്പോൾ എടുക്കില്ലെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ തവി നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം എളുപ്പം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്. Wow. 2 സ്കൂപ്പ്. ഇനി നമുക്കിത് എടുക്കാം. മാംഗോയുടെ എടുക്കാം. തട്ടിയോ
ഇച്ചിരി കട്ടി കേട്ടോ. തണുപ്പ് കുറച്ച് കൂടിപ്പോയി. തണുപ്പ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എൻ്റെ അരിയത്തില്ല അതല്ല, നമ്മളിപ്പോൾ വെച്ചിട്ട് എളുപ്പം അല്ല, ഇപ്പോൾ എളുപ്പം നിങ്ങൾ എടുത്തത് കൊണ്ടേ ഇത് ഇച്ചിരി ഒന്ന് വെളി വെച്ചിട്ട് എടുക്കണം, എന്നാലേ ശരിക്കും ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ, ഇത് പിടിയടാ. ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യും. നീ ചെയ്തോ? ഇവിടെ ഇവിടെ ആദ്യം ഇവിടെ മാങ്കോ അങ്ങനുണ്ട്. സൂപ്പർ സൂപ്പറായ. ഇനി അടുത്ത ആൾ. എടുക്കാൻ കിട്ടുന്നില്ലേ? സൂപ്പർ. ഇതെന്തോ അത് വാട്ടർമെലൺ. അവനോട് കൊടു. ഞാൻ ടേസ്റ്റ് ചെയ്യണം. മാങ്കോ. അബ്ദുൽ അജയ് എങ്ങനെയുണ്ട് അജയ്? സൂപ്പർ. അറ്റൻഷനായിട്ടെന്ന് പറയുന്നത് സൂപ്പർ, ശരിക്കും സൂപ്പറാട്ടോ. നമ്മൾ ഈ അല്ലാതെ വരുന്നവരോടൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും ഇത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊള്ളാം ഓടി. അതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചേട്ടൻ നോക്കി ചേട്ടാ. വാട്ടർമെലനാ പൊളി. ഭയങ്കര മധുരം അല്ലേ? നല്ല മധുരം. ആണോ? പെണ്ണാക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടെ? മാംഗോ വാട്ടർമെലൺ. ഇനി എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിലായിട്ട് കൊടുക്കട്ടെ, അല്ലെ ഇവിടെ അടിയാവും. അതുകൊണ്ട് അവർക്ക് ഇതിനകത്തോട്ട് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ഐസ്ക്രീം എല്ലാവരും കണ്ടല്ലോ. അപ്പം കണ്ടിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ.